ലക്ഷ്യം ജോലിയാണോ? എങ്കിൽ പഠനം ജിടെക്കിൽ തന്നെ. ഒരാളുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ജിടെക്കിൽ തന്നെയുള്ളപ്പോൾ മറ്റൊരു ഓപ്ഷൻ എന്തിനാ? വേഗം തിരുവല്ലാമല ജിടെക്കിൽ ചെയ്തല്ലേ. വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കൂ. പഴയന്നൂർ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തുടക്കം കുറിച്ച് സാംസ്കാരിക പരിപാടികൾ അരങ്ങേറി. ദേവിക ജയേഷ് പഴയന്നൂർ കേരള നടനം കലാ ആസ്വാദകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. നിരവധി കലാപ്രേമികളാണ് ക്ഷേത്രാങ്കണത്തിലെ കലാപരിപാടികൾ വീക്ഷിക്കുന്നതിനായി എത്തിച്ചേർന്നത്. തുടർന്ന് കൈകൊട്ടിക്കളിയും നടന്നു. ഒരാഴ്ച നീളുന്ന കലാപരിപാടികളാണ് ക്ഷേത്ര ക്ഷേമ സമിതിയും ദേവസ്വം ബോർഡുമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. മാർച്ച് 22 ശനിയാഴ്ച നടക്കുന്ന സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ആലത്തൂർ MP K രാധാകൃഷ്ണൻ നിർവഹിക്കും. UR പ്രദീപ് MLA അധ്യക്ഷത വഹിക്കും. ഉദ്ഘാടന വേളയിൽ ടൂറിസം സർക്യൂട്ട് ആൻഡ് ചേലക്കര, തൃശൂർ എന്നീ പദ്ധതിയുടെ സമർപ്പണവും പൊൻപ്രഭ പുരസ്കാര സമർപ്പണവും MP നിർവഹിക്കുന്നതാണ്. ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹി S നന്ദകുമാർ സംസാരിക്കുന്നു. ഞങ്ങൾക്ക് ഒരു പ്രത്യേക സന്തോഷം കൂടിയുണ്ട്. കാരണം കേരള സർക്കാരിൻ്റെ ഒരു പ്രത്യേക ഫണ്ട് ക്ഷേത്ര വികസനത്തിന് വേണ്ടി അനുവദിക്കുക, ഏതാണ്ട് 48 ലക്ഷത്തോളം രൂപ. അതിൻ്റെ പൂർത്തീകരണം ഏതാണ്ട് കഴിയുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോഴത്തെ MP K രാധാകൃഷ്ണൻ MLA ആയിരുന്നപ്പോൾ, മന്ത്രിയായിരുന്ന സമയത്ത് അനുവദിച്ച ടൂറിസം സർക്യൂട്ട് അറ്റ് ചേലക്കര, തൃശ്ശൂർ എന്ന പദ്ധതി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ 48 ലക്ഷം രൂപ ഇവിടെ അനുവദിച്ച് കിട്ടിയത്. അതിൻ്റെ പൂർത്തീകരണമാണ് ഇപ്പോൾ മുറ്റം കല്ലുവരികിൽ ഒരു ബാത്റൂമിൻ്റെ പുതിയ ബാത്റൂം കോംപ്ലക്സ്, CCTV, ജലശുദ്ധീകരണ പ്രവർത്തനങ്ങൾ എന്നിവയാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളത് വലിയ സന്തോഷമാണ്. കൂടാതെ ഇനി വരും ദിവസങ്ങളിൽ ഞങ്ങൾ ഒരു 6 ആട്ടോളം നവീകരണം, ഓഡിറ്റോറിയം, അങ്ങനെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സ് തുറന്ന് വീണ്ടും പദ്ധതികൾ ഞങ്ങളായിട്ട് മുന്നോട്ട് പോവുകയാണ്. എല്ലാ ജനങ്ങളുടെ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കണം. CCV ന്യൂസ്, പഴയന്നൂർ.